പട്ടാമ്പിയിൽ നിന്നും തൃത്താല വഴി പൊന്നാനിയിലേക്ക് പോകുമ്പോൾ കാണുന്ന സ്ഥലമാണ് ആലൂർ. അവിടെ നിന്നും കുടിയേറിപ്പാർത്ത തങ്ങളാണ് ആലൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങൾ. പട്ടാമ്പി ജുമാ മസ്ജിദിന് മുന്നിലുള്ള മക്കാമിൽ തങ്ങൾ ഉൾപ്പെടെ 5 പേരാണ് അടങ്ങിയിരിക്കുന്നത്. സയ്യിദ് ബാഹസൻ പൂക്കുഞ്ഞിക്കോയ തങ്ങളാണ് രണ്ടാമത്തെയാൾ. മൂന്നാമത്തത് KP തങ്ങളും. ഇതിന് തൊട്ടടുത്തുള്ള ഒറ്റ മക്കാമിൽ കോയത്തങ്ങളകത്ത് സയ്യിദ് മുഹമ്മദ് ചെറുകോയത്തങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാര്യ സയ്യിദത്ത് ഫാത്തിമത്ത് സുഹറ ഇമ്പിച്ചി ബീവിയുമാണ് അടങ്ങിയിട്ടുള്ളത്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന KP തങ്ങളുടെ മകനായ KSBA തങ്ങളും രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കബറിടം പൊതു ഖബർസ്ഥാനിലാണ്. KE തങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് തങ്ങന്മാരുടെ കബറിടവും പൊതു ഖബർസ്ഥാനിൽ തന്നെയാണ്. പട്ടാമ്പി നേർച്ചയുടെ ചരിത്രം 1 നൂറ്റാണ്ട് മുമ്പ് നിന്ന് തുടങ്ങുന്നു. ബ്രിട്ടീഷ് ഭരണകാലം സാമൂതിരിയും വള്ളുവക്കാനാതിരിയും ടിപ്പു സുൽത്താനും പോലെയുള്ള നാട്ടുരാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും നാട്ടുപ്രഭുക്കന്മാരുടെയും ജന്മി മുതലാളിമാരുടെയും കാലം. സാധാരണക്കാരും തൊഴിലാളികളും അധസ്ഥിത വിഭാഗക്കാരും കൊടിയ പീഡനങ്ങൾക്കും ദാരിദ്ര്യവും രോഗപീഠകളും അനുഭവിച്ചു വരുമ്പോൾ നാട്ടുരാജാക്കന്മാരുടെ സൈന്യത്തിനെതിരെ കുതിരക്കുളമ്പടി ഒച്ചകളും നാട്ടുപ്രഭുക്കന്മാരുടെയും ജന്മി മുതലാളിമാരുടെയും ചാട്ടവാറിൻ്റെ അട്ടഹാസങ്ങളും സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ഭയാനകമാക്കി വന്നിരുന്ന കാലം. അന്ന് പാവപ്പെട്ടവരും നിലാരംബരും അധിസ്ഥരുമായിരുന്ന പട്ടാമ്പി പ്രദേശത്തെ സാധുക്കൾക്ക് ആശ്രയമായി അവരുടെ ജീവിതത്തിലെ കടുത്ത പ്രയാസങ്ങളുടെ ഇരുട്ടിലേക്ക് ഒരു നെയ്ത്തിരി നാളമായി വന്നു തങ്ങളുപ്പാപ്പ ആലൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങൾ. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്ന് നമ്മുടെ മഹാകവി പാടിയ ആ ഇരുണ്ട കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരും ഒന്നാണെന്നും ആശയത്തിൽ വിശ്വസിച്ച് അത് പ്രചരിപ്പിച്ച് ഭൗതിക ജീവിതം സൂഫി ജീവിതമാക്കി മാറ്റിയ മഹാനവർകൾ ഉച്ചനീചത്വങ്ങൾ കൊണ്ട് ഇരുളടഞ്ഞ ആ കാലഘട്ടത്തിലെ ഇരുട്ടിൽ ഒരു പ്രകാശഗോപുരമായി ജ്വലിച്ചു നിന്നു. മതസൗഹാർദ്ദത്തിൻ്റെയും സഹജീവി സ്നേഹത്തിൻ്റെയും ഉദാത്ത മാതൃകയായിരുന്ന തങ്ങളവർകളിൽ നിന്ന് പല കറാമത്തുകളും ദൃശ്യമായിട്ടുണ്ട്. മലബാറിലൂടെ ടിപ്പുവിൻ്റെ പടയോട്ടം നടക്കുന്നത് ആ കാലഘട്ടത്തിലാണ്. പടയോട്ടം കഴിഞ്ഞ് ടിപ്പു സുൽത്താൻ മൈസൂരിലേക്ക് മടങ്ങി. ടിപ്പുവിൻ്റെ സൈന്യത്തിലെ പടയാളികൾ തമിഴ്നാട്ടുകാരായ റാവുത്തന്മാർ പട്ടാമ്പിയിൽ ബാക്കിയായി. ഭാഷ കൊണ്ടും സംസ്കാരം കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും പട്ടാമ്പിക്കാരിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വന്ന അവർ തീർത്തും നിരാലംബരും അശരണരുമായിരുന്നു. അവരുടെ ദുരിതങ്ങൾ അറിയാനിടയായ തങ്ങളവർകൾ ആദ്യം അവർക്ക് മരുതൂരിലും ഓങ്ങല്ലൂരിലുമായി താമസിക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കി കൊടുത്തു. തൊഴിലിനായി തുണിനെയ്ത്ത് പഠിപ്പിച്ചും അവർക്ക് ആ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള തറിയും നൂലും പോലെയുള്ള സാമഗ്രികളും ഏർപ്പാടാക്കി കൊടുത്തു. അതിനിടയിലാണ് മാരകമായ വസൂരി രോഗം പിടിപെടുന്നത്. ഇന്നത്തെപ്പോലെ സർക്കാർ ആശുപത്രികളോ ഡിസ്പെൻസറികളോ എന്തിന് ഒരു അംഗീകൃത ഡോക്ടർ പോലും ഇല്ലാതിരുന്ന കാലം. വസൂരി വന്ന അവർക്ക് യാതൊരു ചികിത്സയുമില്ലാതെ മരണം മാത്രം വിധിക്കപ്പെട്ട കാലം. എന്നാൽ തങ്ങളവർകൾ അവരുടെ അത്ഭുത സിദ്ധികൾ കൊണ്ട് അവരിൽ ഏറെ പേരെയും രോഗം ഭേദമാക്കുകയും മറ്റുള്ളവരിലേക്ക് രോഗം പകരാതെ സംരക്ഷിക്കുകയും ചെയ്തു. ഇപ്പോഴും അവരുടെ പിൻതലമുറക്കാർ രാമഗിരിക്കോട്ടക്കുന്നുകളുടെ പരിസര പ്രദേശത്ത് പൂവക്കോട്, മരുതൂർ, കരിമ്പുള്ളി, കൂട്ടായിത്തെരുവ്, കള്ളാടിപ്പറ്റ തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ താമസിച്ചു വരുന്നു. തങ്ങൾ ഉപ്പാപ്പ അവർക്ക് ആത്മീയ നേതാവും ഗുരുവുമായി. യാതൊരു ആലംബവും ശരണവുമില്ലാതെ മരണത്തിലേക്ക് എടുത്തെറിയപ്പെടേണ്ടിയിരുന്നവർക്ക് ജീവനും ജീവിതവും തിരികെ കൊടുത്ത തങ്ങൾ അവർക്ക് അത്താണിയായി മാറി. 1912 അദ്ദേഹം ജീവിതത്തിൽ നിന്ന് വിട പറയുന്നത് വരെ നെയ്ത്തന്മാർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന അവർ തങ്ങളവരുടെ വഫാത്തിൻ്റെ ആണ്ടിന് വർഷം തോറും മക്കാമിൽ വന്ന് സിയാറത്തും പ്രാർത്ഥനകളും മൗലീദ് പാരായണവും നടത്തി വന്നു. അങ്ങനെ അതവർക്ക് വിശ്വാസപരമായ ഒരാചാരമായി മാറി. തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ കാളവണ്ടികളിലും തലച്ചുമടുമായി നെല്ലും അപ്പവും മറ്റു ഭക്ഷ്യവസ്തുക്കളുമായി ഓരോ ആണ്ടിലും അവർ വരാൻ തുടങ്ങി. അവർ വരുന്നതും അവരുടെ ആദരവും ആത്മസമർപ്പണവും കാണാൻ ആ സമയം മറ്റുള്ളവരും ഒത്തുകൂടാൻ തുടങ്ങി. പുരുഷാരമായി, ആഘോഷമായി. വഴിയോര കച്ചവടക്കാരും വാണിഭക്കാരും ഭിക്ഷക്കാരുമൊക്കെ ആ ആണ്ടാഘോഷത്തിനായി പല ദേശങ്ങളിൽ നിന്നും വന്നെത്താൻ തുടങ്ങി.